ശാലിനി, ഈ ഒരു മണിക്കൂറിൽ രാവിലെ ആരംഭിക്കേണ്ടിയിരുന്നതാണ്. പലർക്കും സ്ലോട്ട് ലഭിച്ചിരുന്നു ഈ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റിനെത്താൻ. പക്ഷേ ആരും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം പ്രതിഷേധക്കാർ പറയുന്ന ആരെയും ഗ്രൗണ്ടിലേക്ക് കയറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മുട്ടത്തറ ഗ്രൗണ്ടിൽ ടെസ്റ്റിനായി ആരും എത്തിയതുമില്ല. ശാലിനി, കേൾക്കാമോ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരുവനന്തപുരം മുട്ടത്തറ കേന്ദ്രത്തിലാണ്, അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സർക്കാരിന്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട കേന്ദ്രത്തിലാണ് ഇന്ന് പ്രതിഷേധം ശക്തമാക്കി ഈ സംയുക്ത സമരസമിതി അംഗങ്ങൾ എത്തിയിട്ടുള്ളത്. പക്ഷേ സമരസമിതിയുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുന്നു, മറുഭാഗത്ത് ഈ ടെസ്റ്റുമായി മുന്നോട്ട് പോകാനായിരുന്നു സർക്കാരിന്റെയും ഗതാഗത വകുപ്പിന്റെയും MVDയുടെ തീരുമാനം. 23 പേർക്കാണ് ഇന്ന് സ്ലോട്ട് മുട്ടത്തറയിൽ അനുവദിച്ച് നൽകുകയും ചെയ്തു. പക്ഷേ 23 പേരിൽ ഒരാൾ പോലും അവിടെ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 1,00,000-ലധികം അപേക്ഷകൾ പെൻഡിംഗ് ആയിട്ട് കിടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സമരം വകവയ്ക്കാതെ ടെസ്റ്റുമായി മുന്നോട്ട് പോകാൻ MVD അടക്കം തീരുമാനിച്ചൊരു സാഹചര്യമുള്ളത്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിന് പുറത്തടക്കം പോയി പലരും ലൈസൻസ് എടുക്കുന്ന സാഹചര്യം, ടെസ്റ്റ് നടത്തുന്ന സാഹചര്യം, വരുമാന നഷ്ടം സംസ്ഥാനത്തിനുണ്ടാകുന്ന ഒരു പശ്ചാത്തലം, ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അടിയന്തരമായി തന്നെ ഇതിൽ ഇടപെടണമെന്നൊരു തീരുമാനത്തിലേക്ക് MVD മുന്നോട്ട് വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പരിശോധനകൾ ഇന്നു മുതൽ ശക്തമായി തന്നെ നടത്താനും ഒപ്പം തന്നെ ടെസ്റ്റുകൾ നടത്താനും അവർ തീരുമാനിക്കുകയും ചെയ്തത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ സംയുക്ത സമരസമിതിയുടെയോ മറ്റ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ കൂടുതൽ പോലീസിനെ വിന്യസിക്കാനും RTOമാരുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തിരുന്നു. മുട്ടത്തറയിലും സമാനമായി തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കുക മാത്രമാണ് അവർ തുടങ്ങിയത്. സംയുക്ത സമരസമിതി റോഡിൽ കിടന്നടക്കം പ്രതിഷേധിക്കുകയും ചെയ്തു. 23 പേരുടെ പേരുകൾ MVD ഉദ്യോഗസ്ഥർ ഗേറ്റിന് പുറത്ത് വന്ന പേര് വിളിച്ചു എങ്കിൽ പോലും ഒരാൾ പോലും ഹാജരായിരുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്, പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും സംയുക്ത സമരസമിതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. CIT ഉൾപ്പെടെയുള്ള ഇടത് യൂണിയനുകളും ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവർ മുന്നോട്ട് വയ്ക്കുന്നവരുടെ പ്രധാന ആവശ്യം എന്നുള്ളത് ഈ ഒരു ഉത്തരവ് പിൻവലിക്കുക. 4/2024 എന്നുള്ള ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ ഉത്തരവ് പിൻവലിക്കുക. ഒപ്പം തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന ചില നിർദ്ദേശങ്ങൾ പാലിക്കുക. ഈ വാഹനങ്ങളുടെ കാലപ്പഴക്കം, ഒപ്പം തന്നെ 86ഓളം വരുന്ന സർക്കാരിന്റെ കീഴിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, വാഹനങ്ങൾ സ്വന്തമായി വേണമെന്നുള്ള നിർദ്ദേശം അത് പുനഃപരിശോധിക്കുക.